ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലെ ടി വി പരസ്യങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ബ്രാൻഡായിരുന്നു ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന ബ്രാൻഡ്. ഈ ബ്രാൻഡിൻ്റെ ബേബി പൗഡറും മറ്റ് സോപ്പും ഉൽപ്പന്നങ്ങളും ഒക്കെ എപ്പോഴും ടി വി പരസ്യങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇതൊരു നല്ല ബ്രാൻഡാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഇതിൻ്റെ പരസ്യങ്ങളൊന്നും തന്നെ കാണാനില്ല. മാത്രവുമല്ല, മാർക്കറ്റിൽ ഈ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതും വളരെ കുറവാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നറിയാമോ? മാത്രവുമല്ല, ഈ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് എന്തു പറ്റി എന്നറിയാമോ? അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. ബേബി പൗഡറും മറ്റ് ടാൽക്കം ഉൽപ്പന്നങ്ങളും ഗർഭാശയഗള അർബുദത്തിന് കാരണമായി എന്ന പരാതിയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി $550 കോടി, അതായത് ഏകദേശം 52,699 കോടി രൂപ നഷ്ടപരിഹാരം നൽകും എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ്. ഒരു പതിറ്റാണ്ടോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് 10,000 വരുന്ന പരാതിക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ ജോൺസൺ ആൻഡ് ജോൺസണോട് ന്യൂജേഴ്സിയിലെ ഫെഡറൽ കോടതി ഉത്തരവിട്ടത്. ഈ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കമ്പനി ഒരു അന്താരാഷ്ട്ര ബ്രാൻഡാണ്. ന്യൂജേഴ്സിയിലെ കോടതിയിൽ ഒരു കേസ് നടക്കുകയായിരുന്നു. നിരവധി പരാതിക്കാരാണ് ഈ ബേബി പൗഡർ ഉപയോഗിക്കുമ്പോൾ ഇത് ഗർഭാശയ ഗള ക്യാൻസറിന് കാരണമാകുന്നു എന്ന പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോൾ അതിലൊരു വിധി വന്നിരിക്കുകയാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറിന്റെ ഉപയോഗം ഗർഭാശയ ഗള അർബുദത്തിന് കാരണമായി എന്ന് അവകാശപ്പെട്ട് പരാതി നൽകിയവരിൽ 76,000-ലേറെ പേർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി പൗഡറുകളിൽ ആസ്ബറ്റോസ് അടങ്ങിയിട്ടുണ്ട് എന്നും ഇതിന്റെ നിരന്തര ഉപയോഗം മെസോതെലിയോമ ഉൾപ്പെടെയുള്ള അർബുദബാധയ്ക്ക് കാരണമായി എന്നുമാണ് പരാതികളിലേറെയും പറയുന്നത്. പരാതിക്കാരിൽ 95% പേർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും ജീവൻ രക്ഷാ മരുന്നുകളും ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് വിഷയം തീർപ്പാക്കുന്നത് എന്നാണ് ജോൺസൺ ആൻഡ് ജോൺസൺ വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. എന്നാൽ ഒരു പതിറ്റാണ്ടായിട്ട് ഈ കേസ് ന്യൂജേഴ്സിയിലെ കോടതിയിൽ നടക്കുകയായിരുന്നു. ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡർ ഉപയോഗിച്ചാൽ ഇത്തരത്തിൽ അർബുദത്തിന് കാരണമാകും എന്ന കണ്ടെത്തൽ നേരത്തെയും ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തായാലും ഒരു പതിറ്റാണ്ടിന് മുൻപ് നമ്മുടെയൊക്കെ വീടുകളിൽ നിരന്തരം പരസ്യം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മാർക്കറ്റുകളിൽ ലഭ്യമായിരുന്ന ഈ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇത്രയും അധികം പിഴ ചുമത്തിക്കൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.